ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച കേസിലെ പ്രതികളായ ആയമാരെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. നിലവിൽ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്ന 3 ആയമാരെയാണ് മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനാണ് പോലീസിന്റെ നീക്കം. അതേസമയം തെളിവ് നശിപ്പിക്കാനായി കുഞ്ഞിനെ മുറിവേൽപ്പിച്ച നഖം ആയമാർ മുറിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നമ്മൾ ശിശുക്ഷേമ സമിതിയിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ അത് ശിശുക്ഷേമ സമിതിയല്ല, ശിക്ഷാ സമിതിയാണ് എന്നുള്ള നിലയിലാണ് വാർത്തകൾ പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട ആയമാരെ പോലീസ് കൃത്യമായി അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അതിന്മേലാണ് ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയാണ്. അപ്പോൾ ഈ അവിടുത്തെ കൊച്ചുകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ അവർ നുള്ളി നോവിക്കുന്ന അല്ലെങ്കിൽ അടിക്കുന്ന ഒക്കെ പതിവുണ്ട് എന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾ പോലും നമ്മളോട് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ അവരെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് ഇന്ന് അതിൻ്റെ നടപടി സ്വീകരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ്, കുറച്ച് നാളുകൾക്ക് മുൻപാണ് ശിശുക്ഷേമ സമിതിക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. അന്ന് അവിടുത്തെ കുഞ്ഞിനെ, അമ്മ അറിയാതെ കുഞ്ഞിനെ മറ്റൊരു അമ്മയ്ക്ക് കൈമാറി ആ വിവരങ്ങൾ മറച്ചുവെച്ചു എന്നതടക്കമുള്ള വിവാദങ്ങൾ അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നിൽ CPM നേതാവിന്റെ ഇടപെടലായിരുന്നു. CPM നേതാവിന്റെ മകളുടെ കുഞ്ഞിനെയാണ് അത്തരത്തിൽ കൈമാറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തത് വാർത്തയിൽ നിറഞ്ഞതാണ്. തൊട്ടു പിന്നാലെ ഇപ്പോൾ CPMന്റെ നിയമനങ്ങളും ഇതൊക്കെ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ, നുള്ളി മുറിവേൽപ്പിച്ച സംഭവത്തിൽ കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് നൽകിയിരുന്നു. ഈ ആയമാരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമായിരുന്നു പോലീസ് മുന്നോട്ട് വെച്ചത്. ഇതിന് ചില സാഹചര്യ കാര്യങ്ങളും തെളിവുകളും ഒക്കെ പോലീസ് കോടതിയിൽ നിരത്തുകയും ചെയ്തിരുന്നു. ആ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിക്കുകയും 3 ദിവസത്തേക്ക് പോലീസിന് വിട്ടു നൽകാമെന്നുള്ള തീരുമാനം ഔദ്യോഗികമായി എടുക്കുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 3 പേരെയും 3 ആയമാരെയും മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് 3 ആയമാരും ഉള്ളത്. ഇവരെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആദ്യഘട്ടങ്ങളിലെ അറസ്റ്റൊക്കെ ഉൾപ്പെടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വാർത്തകളിൽ ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുൻപ് ചോദ്യം ചെയ്യലിനായി ആയമാരെ വിളിച്ചു വരുത്തിയപ്പോൾ ഈ കൃത്യം നിർവഹിച്ച ആയ കയ്യിലെ നഖമടക്കം വെട്ടിമാറ്റി വൃത്തിയാക്കിയതിന് ശേഷമാണ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. തെളിവ് നശിപ്പിക്കലാണ് സ്വാഭാവികമായും. അപ്പോൾ അത് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. ഇതിലേക്ക് അടിസ്ഥാനത്തിലാണ് ഇതടക്കം എന്തിനാണ്, കൃത്യമായി കരുതിക്കൂട്ടിയല്ലേ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ, ഒപ്പം ഇത് ആർക്കൊക്കെ അറിയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായി പോലീസ് ഇവരിന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. രാവിലെ 11 മണിയോടുകൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കും തെളിവെടുപ്പിലേക്കും ഒക്കെ കടക്കുക. എന്തായാലും നിരവധി കുട്ടികളെ ഇത്തരത്തിൽ ഈ ആയമാർ അതിക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട്, ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്, മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വരികയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് മാതൃകാപരമായി ഇവർക്ക് ശിക്ഷ നൽകാൻ ഏതൊക്കെ തലത്തിലേക്ക് പോകണം. പോക്സോ അടക്കം ചുമത്തിയ ഒരു കേസാണ്. കാരണം കുഞ്ഞു കുട്ടിയാണ്, 2.5 വയസ്സേ ഉള്ളൂ. അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ശിശുക്ഷേമ സമിതിയിലേക്ക് ജനപ്രതിനിധികളും ബന്ധുക്കളും ഒക്കെ കൊണ്ടു നൽകുമ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ അവരവിടെ ഉള്ളിടത്തോളം കാലം അവരെ സന്തോഷത്തോടെ നോക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. ആ വിശ്വാസമാണ് ശിശുക്ഷേമ സമിതിയിലെ ആയമാർ ഇല്ലാതാക്കിയിരിക്കുന്നത്. അവർക്കെതിരെ കൃത്യമായ നടപടികൾ വേണമെന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയുടെ കീഴിൽ മഹിളാ ഐക്യവേദി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. മഹിളാ മോർച്ച അടക്കമുള്ളവരും അത്തരത്തിൽ തന്നെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ, വിവിധ മാതൃസംഘടനകൾ അടക്കം പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ രാഷ്ട്രീയ നിയമനങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ശിശുക്ഷേമ സമിതിയിൽ ഈ ഒരു കേസന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പ്രതികളായിട്ടുള്ള 3 പേരും CPM ബന്ധമുള്ളവരാണ്. സ്വാഭാവികമായും ഈ 3 പേർക്കെതിരെ പാർട്ടി പറയുന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമോ എന്നുള്ളതും കണ്ടറിയണം. പോലീസ് ആദ്യഘട്ടങ്ങളിൽ ഈ കാണിക്കുന്ന ചൂട് പിന്നീട് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ചോദ്യം ചെയ്യലുകൾ ഇന്ന് ആരംഭിക്കും. ഏതൊക്കെ തരത്തിൽ ആരൊക്കെ ഏതൊക്കെ കുട്ടികളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം പോലീസ് ഈ ചോദ്യം ചെയ്യലിൽ ചോദിച്ചറിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിനോദം. അതെ, തീർച്ചയായും ശിശുക്ഷേമ സമിതിയിലാണ് കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരത കാട്ടിയ ആയമാർ, അവർക്കെതിരെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അവരെ കസ്റ്റഡിയിൽ വാങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.